കണ്ണൂർ ചെമ്പല്ലിക്കുണ്ട് കുഞ്ഞുമായി പുഴയിൽ അമ്മ ചാടി. പുലർച്ചെയാണ് പുഴയിൽ ചാടിയത്. തിരച്ചിൽ തുടരുകയാണ്. നിഖിലാണ് വിവരങ്ങളുമായി ചേർന്നത്. നിഖിൽ, തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? സേതു, ഏറ്റവും പുതിയ വിവരം നൽകാനുള്ളത് ഈ അമ്മയുടെ മൃതദേഹം കണ്ടെത്തി എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കുഞ്ഞിന്റെ മൃതദേഹത്തിനായുള്ള തിരച്ചിൽ ഇപ്പോൾ നടക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഇന്ന് പുലർച്ചെ 1:30 കണ്ണൂർ പഴയങ്ങാടി വെങ്ങരയിലെ ചെമ്പല്ലിക്കുണ്ട് പാലത്തിൽ നിന്ന് അമ്മയും കുഞ്ഞും പുഴയിലേക്ക് എടുത്തു ചാടിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പാലത്തിന് മുകളിൽ ഒരു സ്കൂട്ടർ നിർത്തിവെച്ചത് കണ്ടതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു സംശയം തോന്നിയത്. പിന്നീട് മത്സ്യത്തൊഴിലാളികളാണ് ഇത്തരത്തിൽ ഇവർ ചാടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത്. അറിഞ്ഞത് മുതൽ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും സ്കൂബ ഡൈവർമാരും എല്ലാം ചേർന്ന് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെങ്ങര നടക്കുതാഴെ സ്വദേശിനി MV റീമയും 3 വയസ്സുള്ള റീമയാണ് 3 വയസ്സുള്ള മകനുമായി പുഴയിലേക്ക് ചാടിയത്. ഏതായാലും ഇപ്പോൾ പയ്യന്നൂരിൽ നിന്നുള്ള ഫയർഫോഴ്സും സ്കൂബ ടീമുമാണ്. നിഖിലെ, അറിയാൻ കഴിയുന്ന വിവരം അനുസരിച്ച് എന്തിനായിരുന്നു അമ്മ ഇങ്ങനെ ചെയ്തത്? ആരെങ്കിലും ബന്ധുക്കൾ ആരെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടോ? ആരുടെങ്കിലും പ്രതികരണമുണ്ടോ? സേതു, അത്തരം പ്രതികരണങ്ങൾ നമുക്ക് അല്പസമയത്തിനകം എന്താണ് ഇതിന്റെ കാരണം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാനാവും. ഏതായാലും ഈ അല്പസമയം മുൻപാണ് ഈ വിവരം പുറത്തേക്ക് വരുന്നതും ഒപ്പം തന്നെ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതും. നിമിഷങ്ങൾക്ക് മുൻപ് ഇവരുടെ മൃതദേഹം, അമ്മയുടെ മൃതദേഹം കണ്ടെത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി നിഖിൽ, ഇപ്പൊ കുഞ്ഞിന് വേണ്ടിയുള്ള തിരച്ചിലാണ് അവിടെ പുരോഗമിക്കുന്നത് അല്ലേ? അതെ. ഇപ്പോൾ ഫയർഫോഴ്സും ഒപ്പം തന്നെ നാട്ടുകാരും സ്കൂബ ടീമും ചേർന്ന് അവിടെ തിരച്ചിൽ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി നിഖിൽ, കഷ്ടമാണ്. കണ്ണൂർ ചെമ്പല്ലിക്കുണ്ടാണ് കുഞ്ഞുമായി അമ്മ പുഴയിൽ ചാടിയത്. ഇപ്പോൾ അമ്മയുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ട്. കുഞ്ഞിന് വേണ്ടിയുള്ള 3 വയസ്സായ കുഞ്ഞിന് വേണ്ടിയുള്ള തിരച്ചിലാണ് അവിടെ തുടരുന്നത്. രാവിലെ തന്നെ ഇന്ന് ഇങ്ങനത്തെ ഒരുപാട് വാർത്തകളാണ് നമ്മളെ തേടി വരുന്നതും. നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.